എമിറേറ്റ്സ് കോട്ട പൊളിച്ച് കയറിക്കും പിള്ളേരും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3-2 എന്നൊരു സ്കോർ ബോളിൽ ആർസനൽ തോൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു കളിയോട് കൂടിയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തിയത്. റൈവറി മാച്ച് സിറ്റിക്കെതിരായിട്ടുള്ള കളിയും അതുപോലെ ഈ കളിയിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നല്ലൊരു കംബാക്കാണ് വരുത്തിക്കുന്നത്. അതുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 4ാം സ്ഥാനത്തേക്ക് കയറാൻ പറ്റി, നല്ലൊരു റിസൾട്ടും കിട്ടി. ആർസനലിനെ പറ്റി പറയുകയാണെങ്കിൽ ആർസനലിന് നല്ലൊരു പ്രഷറുണ്ട്. വേറെ ഒന്നല്ല, ഈ സീസണെങ്കിലും അവരെങ്ങനെയും കപ്പടിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നടക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു കളിയാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ എൻഡിങ്ങിലേക്ക് അടുക്കുന്തോറും പണി കിട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഇപ്പോൾ സിറ്റി ആയിട്ട് തന്നെ ഒരു 5 പോയിൻറ്റിൻ്റെ ഡിഫറൻസിലാണല്ലോ നിൽക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട്. അപ്പോൾ ഇനിയുള്ള കളികൾ അവർ മര്യാദയ്ക്ക് ജയിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഡ്രോ ആണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി സിറ്റി ജയിച്ചു, ആർസനലിൽ ഡ്രോ അല്ലെങ്കിൽ ഒരു തോൽവിയാണെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ എഫക്റ്റ് ചെയ്യും, പോയിന്റ് എഫക്റ്റ് ചെയ്യും. 5 പോയിന്റ് ഇപ്പോൾ എടുക്കാൻ വലിയ പാടൊന്നുമില്ല, അത് വലിയ ഡിഫറൻസ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ആർസനൽ തന്നെയാണ് കപ്പടിക്കാൻ പോണത്, EPL അടിക്കാൻ പോണത്. 5 പോയിന്റ് ഡിഫറൻസിൽ തന്നെ കപ്പടിക്കും എന്നാണ് പറയുന്നത് ആർസനൽ. നോക്കാം, എന്തായാലും ആർസനലിന് പ്രഷർ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കളിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. അതുപോലത്തെ ഗോളുകൾ, ക്ലാസ് ഗോളുകൾ തന്നെയായിരുന്നു 3. അതിൽ ഡോഗുവിൻ്റെ ഗോൾ എടുത്ത് പറയേണ്ട സാധനമാണ്. അടിച്ച് പോസ്റ്റും അടിച്ചിട്ട് ഉള്ളിൽ കയറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് കയറുന്നു. അതുപോലെ തന്നെ കുഞ്ഞാടി ലാസ്റ്റ് മിനിറ്റിൽ സമനിലയിൽ നിൽക്കുമ്പോൾ അപ്പനൊരു റിപ്ലൈ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ വേറെ ലെവൽ മാച്ചായിരുന്നു ഇന്നലെ. ആ കുഞ്ഞാടെ ഗോളൊക്കെ വന്നപ്പോൾ തലയിൽ കൈ വെച്ചു. മീൻസ് അമ്മാതിരി ആരും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ഒരു ഗോൾ വരുന്നു. മീൻസ് ഈവൻ റായ വരെ പ്രതീക്ഷിച്ചില്ലെന്നുണ്ട് അങ്ങനെ ഒരു ഗോൾ കയറുന്നു. അതുപോലത്തെ ഗോളുകളായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ 3 ഗോളുകളും. മീൻസ് ഒന്നിനൊന്നും മെച്ചെന്ന് പറയില്ലേ. അങ്ങനെ ആർസനലിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ആർസനൽ മാക്സിമം എങ്ങനെയെങ്കിലും ഗോൾ അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡിഫൻസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിഫൻസ് ലിസാൻഡ്രോ മാർട്ടീനസിനെ എടുത്ത് പറയേണ്ട ഒരു പേരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഫൻഡറാണ്. നല്ല രീതിയിൽ നല്ല ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ആളുടെ പിഴവിൽ നിന്നാണ് ഫസ്റ്റ് ഒരു ഗോൾ ആർസനൽ അടിച്ചത്. പിന്നെ സെക്കൻഡ് ഗോളാണെങ്കിൽ ആർസനലിൻ്റെ മിക്കൽ മറീനോ അടിച്ചത്. അതും ഈ പറഞ്ഞ പോലെ അതൊരു കൂട്ടപ്പിടിച്ചില്ലായി. ഗോളിക്കും എന്താണ് നടക്കണമെന്നൊരു ഇതില്ലാണ്ടായി. അങ്ങനെയാണ് ആ ഒരു ഗോൾ വന്നത്. ആ ഒരു ഗോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരു സമനിലയാവും കളി എന്ന് വിചാരിച്ചത്. പക്ഷേ ലാസ്റ്റ് മിനിറ്റിലെ ഗോളുണ്ടല്ലോ കുഞ്ഞാടെ, ബെസ്റ്റ് ഗോളാണ്, വേറെ ലെവൽ ഗോൾ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി വരാൻ പോണ കളികൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ ഒരു ജയത്തോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നല്ലൊരു ആത്മവിശ്വാസം കൊടുക്കും. അവർ എനിക്ക് തോന്നുന്നു ഇനിയും നല്ല രീതിയിലുള്ള അടിപൊളി ത്രില്ലിങ് ജയങ്ങളുണ്ടാവും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കയ്യിൽ നിന്ന്. ആർസനലാകട്ടെ നല്ല പ്രഷറിലായിരിക്കും. വെച്ചാൽ ഈ സീസണും കപ്പില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭ്രാന്താവും അവർക്കും അവരുടെ ഫാൻസിനും. കുറേ ആയി സഹിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം വരാൻ പോണ മാച്ചസിൽ എന്താണ് ഉണ്ടാകാൻ പോണത്. ഇനി മാഞ്ചസ്റ്റർ സിറ്റി ടോപ്പിലേക്ക് എത്തുമോ അതോ ആർസനൽ ജയിക്കുമോ? എവിടെയെങ്കിലും ഒരു പണി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് ഇത് കൊടുക്കും. മാഞ്ചസ്റ്റർ സിറ്റി ഈ പറഞ്ഞ പോലെ ഫോം ഔട്ടായിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചാമ്പ്യൻസ് ലീഗ് അകലെ 3-1 തോറ്റില്ല മറ്റേ ഒരു കുഞ്ഞൻ ടീമിൻ്റെ ഒപ്പം. അപ്പോൾ അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. ആർസനലിനെ കപ്പടിക്കും എന്ന് വിചാരിക്കാം നമുക്ക്.